Jesus sat by the road and he cried. Jesus sat by the road and he cried. He cried, oh, I am the truth. I am the light. I am the way to go home, baby. ഹായ് വെൽക്കം ബാക്ക് ടു ലിറ്റിൽ ഹാർട്ട്സ്. ഷാലോം ടെലിവിഷനും ജീസസ് യൂത്ത് കെയറോസ് ബഡ്സും ചേർന്നൊരുക്കുന്ന ലിറ്റിൽ ഹാർട്ട്സിലേക്ക് സ്വാഗതം. എങ്കിൽ നേരം കളയണ്ട, നമുക്ക് നമ്മുടെ ആദ്യത്തെ സെഗ്മെന്റിലേക്ക് പോകാം. സോ ലെറ്റ്സ് വാച്ച് കെയറോസ് ബഡ്സ് കിഡ്സ് വൈബ്സ്. എടാ ഈ മഴയ്ക്ക് വലിയ ജീൻസ് കിട്ടിട്ട് മതിയായിരുന്നു. ഇപ്പൊ കാണാനല്ലേ ഒരു തിരക്കിൽ ഞാൻ വന്നേ. രാവിലെ പള്ളി പോകാൻ ലേറ്റ് പറയാം. ഞാൻ ആരും കളിക്കാനില്ലാതെ വെയിറ്റ് ചെയ്യണം. ബോൾ അങ്ങോട്ടിരട്ടെ. അത്രേ ഉള്ളൂ. എടാ നീ ഏപ്രിൽ കാർലോജൻസ് വരുന്നുണ്ടോ? അതെന്താടാ? എടാ കാർലോജൻസ് ടീനേജിനുള്ള ഒരു ക്യാമ്പ്. ഇതൊക്കെ എവിടെന്നാടാ നീ അറിയുന്നേ? അച്ഛൻ പറഞ്ഞു. നീ പള്ളി കേട്ടില്ലേ? അച്ഛൻ പറഞ്ഞോളൂ. അതൊക്കെ ശ്രദ്ധിച്ചിരിക്കല്ലോ എന്റെ പണി. എടാ ഞാൻ ഈ എവിടെയെങ്കിലും നാട്ടിലോ വല്ലതും പോയി അടിച്ചു കളിക്കാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. എനിക്ക് മടിയാ പോവാൻ. അതെ. എടാ എന്ത് ചെയ്യൂടാ? എടാ നമുക്ക് അല്ല ഞാൻ താഴോട്ട് ഇറങ്ങി വരാം. നീ വാ. അമ്മേനെ കുറിച്ച് പറയാതിരിക്കുന്നു. നിന്റെ ഐഡിയ പറ. എടാ പനിയെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാരും അവനെ പറയുമ്പോ അവർക്ക് ഡൗട്ട് തോന്നും. അവൻ വരട്ടെ. പന്ത് കടന്ന് അങ്ങനെ തട്ടല്ലേ. ഐഡിയ പനിന്ന് പറഞ്ഞാലോ? എടാ പനിന്ന് പറഞ്ഞാൽ ഡൗട്ട് തോന്നും. നാട്ടുകാര് നമ്മളെല്ലാവരും അടുത്തടുത്ത് വീടുകളല്ലേ, നാട്ടുകാര് നമ്മളെ പിടിച്ചല്ലേ. അച്ഛൻ പറഞ്ഞല്ലേ, എന്ത് ചെയ്യാനാ ഇത്? ആകെ 2 ദിവസം വെക്കേഷൻ കിട്ടും. ആകെ 2 മാസം. എല്ലാരും കൂടി വീണ്ടും ഒരു ഡിസ്കഷനും ചർച്ചയും കാര്യങ്ങളൊക്കെ എന്താടാ? നമ്മൾ പള്ളി പറഞ്ഞില്ലേ കാർലോജൻ? അച്ഛൻ അനൗൺസ് ചെയ്തായിരുന്നല്ലോ കാർലോജൻ. കഴിഞ്ഞ വർഷം നടന്നു, ഇത്തവണയും വരുന്നുണ്ട്. ഞങ്ങൾക്ക് ട്രിപ്പൊന്നും പോകില്ല. ആകെ 2 മാസം ഉള്ളൂ. എന്ത് ട്രിപ്പ്? ഇപ്പൊ അമ്മ വീട്ടിൽ പോണം, അച്ഛൻ്റെ വീട്ടിൽ പോണം, പിന്നെ വേറെ എവിടെയെങ്കിലും ട്രിപ്പ് പോകണം. വേറെ എവിടെയെങ്കിലും അമ്മ വീട്ടിൽ പോകണം, അച്ഛൻ വീട്ടിൽ പോകണം, ട്രിപ്പ്. എടാ നിങ്ങക്ക് വെക്കേഷൻ എത്ര ദിവസം ഉണ്ടാ? 2 മാസം. 2 മാസമില്ലേ? ഈ ക്യാമ്പ് എത്ര ദിവസം ഉണ്ടാവും? കൂടിപ്പോയ 3 ദിവസം അല്ല 5 ദിവസം. കഴിഞ്ഞ വർഷം കാർലോജൻ നടത്തി. എൻ്റെ മോനും 2 പിള്ളേരും പോയിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു എന്നാണ് പറഞ്ഞത്. അമ്മര് വന്നതിന് ശേഷം എന്ത് വ്യത്യാസം വരുന്നു. പിന്നീട് അങ്ങോട്ട് വീട്ടിലും സ്കൂളിലൊക്കെ ഭയങ്കര ആക്റ്റീവ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ചോദിച്ചപ്പോഴാണ് പറഞ്ഞ കാർലോജൻ കൂടി വെപ്പത്തേക്ക് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു, നല്ല രസമായിരുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ എന്തായാലും കാർലോജനും കൂടാൻ പോകണം കേട്ടോ. ഈ വെക്കേഷൻ ക്യാമ്പുകളൊക്കെ വരുന്നത് കുറച്ച് ദിവസം, 5 ദിവസം അല്ലെങ്കിൽ 3 ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ. വീക്കെൻഡ് പരിപാടികളല്ലേ. അതൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നമ്മുടെ മോട്ടിവേഷൻ കിട്ടും. കുറേ കൂട്ടുകാരുടെ കൂടെയും കുറേ ആൾക്കാരുടെ കൂടെയൊക്കെ കൂടി നമ്മൾ കളിക്കുകയും ചിരിക്കുകയും പല കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡ് സെറ്റൊക്കെ മാറും. കുറച്ചും കൂടി ക്രിയേറ്റീവ് ആവും, കുറച്ചും കൂടി എനർജറ്റിക് ആവും, നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി കിട്ടും, എല്ലാത്തിലും നമുക്ക് നല്ല മോട്ടിവേഷൻ കിട്ടും. ഈ വെക്കേഷനൊക്കെ വരുമ്പോഴത്തേക്കും അമ്മ വീട്ടിൽ മാത്രം പോയി അവിടെ കുറേ അടിച്ചു പൊളിച്ച് നടന്നിട്ട് മാത്രം കാര്യമായോ? കുറേ സന്തോഷം കിട്ടും. വെറുതെ ഇതാന്ന് പറഞ്ഞുകൊണ്ട് വെക്കേഷൻ തീരും. അപ്പോൾ ഇതുപോലെ ക്യാമ്പുകൾ സ്കൂളിലായാലും പള്ളിയിലായാലും ഒക്കെ ക്യാമ്പുകൾ വരുമ്പോൾ കൂടുന്നത് എന്തൊക്കെ ഗുണങ്ങളാണെന്ന് അറിയാമോ? നേരത്തെ പറഞ്ഞ പോലെ ലീഡർഷിപ്പ് ക്വാളിറ്റി, മോട്ടിവേഷൻ, ക്രിയേറ്റിവിറ്റി എല്ലാം വരും. നിങ്ങൾ ഈ ചെറിയ പ്രായത്തിൽ ഇതൊക്കെ കൂടിയില്ല പിന്നെ എന്നാ കൂടാൻ പോണേ? അതുകൊണ്ട് മിസ് ചെയ്യരുത്. കാർലോജൻ മിസ് ചെയ്യാൻ പാടില്ല കേട്ടോ. എൻ്റെ പിള്ളേർ വരുന്നുണ്ട് കേട്ടോ. അവര് വളരെ ആഗ്രഹിച്ചിരിക്കണേ. പോയി നോക്കാനല്ല, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ല ഗുണം ചെയ്യും കേട്ടോ. നല്ല രസം, അടിച്ചു പൊളിച്ചു പോവാ. നല്ല അടിപൊളി പരിപാടി ആയിരിക്കും. ഓക്കെ, മറന്നു പോരുത് കേട്ടോ. ഫണ്ണുണ്ടാവും, ഗെയിംസ് ഉണ്ടാവും, മൊത്തത്തിൽ അടിപൊളിയായിരിക്കും. ഞാൻ വിളിച്ചു പറയണോ? നിന്റെ വീട്ടിലേക്ക് വിളിച്ചു പറയണോ? വേണ്ടല്ലോ. അപ്പൊ ഇപ്പൊ തന്നെ ഇന്ന് പറയാം കേട്ടോ. ഞാൻ വൈകിട്ട് ഞാൻ വിളിച്ചു ചോദിക്കും കേട്ടോ. വിളിച്ചെന്ന് പറഞ്ഞിട്ട് പറഞ്ഞോ കേട്ടോ. ഓക്കെ, ബൈ. പോവാല്ലേ? നമ്മുടെ കിഡ്സ് വൈബ്സിലൊക്കെ എന്തോരം വെറൈറ്റി ആണല്ലേ. ഇവന്മാർക്ക് കുറെ ഫാൻസും ഉണ്ട്.
ഓരോ കിഡ്സ് വൈബ്സിൽ നിന്നും നല്ല നല്ല മെസ്സേജും കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്രാഫ്റ്റ് എന്താന്ന് നോക്കിയാലോ? യെസ്, സോ ലെറ്റ്സ് വാച്ച് കെയറോസ് ബഡ്സ് ക്രാഫ്റ്റ് സിറ്റി. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്രാഫ്റ്റ് സിറ്റി. ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ട് പേപ്പറും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പെൻഗ്വിനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടി ഞാൻ ബ്ലാക്ക്, വൈറ്റ് ആൻഡ് ഓറഞ്ച് A4 സൈസ് ഷീറ്റ്സ് എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളർ സ്കെച്ച് പെൻ, പെൻസിൽ സ്കെയിൽ, സിസേഴ്സ്, അതുപോലെ 2 ചെറിയ ഫ്ലവേഴ്സ്, ഗ്ലൂ ഗൺ. ഫസ്റ്റ്ലി നമ്മൾ ഈ ബ്ലാക്ക് A4 സൈസ് ഷീറ്റ് എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കണം. 2 പീസായിട്ട് കട്ട് ചെയ്യണം. അതിൽ ഒരു പീസ് വേണം വിഡ്ത്തിലും ലെങ്ത്തിലും കുറച്ചുകൂടെ വലുതായിട്ടിരിക്കാൻ. ഞാനിവിടെ ഇതിൻ്റെ വിഡ്ത്ത് 9 സെൻറ്റിമീറ്റേഴ്സ് ആണ് എടുക്കുന്നത്. അതുപോലെ ലെങ്ത്ത് 20 സെൻറ്റിമീറ്റേഴ്സ്. അടുത്ത പീസിൻ്റെ വിഡ്ത്ത് ഞാൻ 6 സെൻറ്റിമീറ്റേഴ്സും ലെങ്ത്ത് 15 സെൻറ്റിമീറ്റേഴ്സും എടുത്തു. ഇനി ഇത് രണ്ടും കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് രണ്ടും ജസ്റ്റ് ബാക്കിലോട്ട് റോൾ ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കാം. ഞാൻ ഗ്ലൂ ഗൺ യൂസ് ചെയ്താണ് ഇവിടെ സ്റ്റിക്ക് ചെയ്യുന്നത്. ഈ പേപ്പറിൻ്റെ വിഡ്ത്ത് കുറച്ച് കൂടുതലായതുകൊണ്ട് ഞാൻ എൻ്റെ വിഡ്ത്ത് കുറയ്ക്കുവാണ്. ഇനി ഇതും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇതാണ് പെൻഗ്വിൻ്റെ ഹെഡ്, അതുപോലെ ഇതാണ് ബോഡി. അത് രണ്ടും ഇപ്പം തന്നെ അറ്റാച്ച് ചെയ്ത് വെക്കാം. നമുക്കിനി ഈ ലെഫ്റ്റ് ഓവർ പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് ഒരു കുറച്ച് പീസ് ഫോൾഡ് ചെയ്യാം. എന്നിട്ട് പെൻഗ്വിൻ്റെ വിങ്സിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഒരു പെറ്റൽ ഷേപ്പിലാണ് വിങ്സ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി വൈറ്റ് പേപ്പർ എടുത്തിട്ട് ഈ ബ്ലാക്ക് വെച്ച് കമ്പയർ ചെയ്തിട്ട് ഒരു ഇത്രയും ലെങ്ത്തിൽ നമ്മളൊരു ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കണം. ഞാൻ 4 സെൻറ്റിമീറ്റേഴ്സ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അവിടെ ഒരു കർവ് വരയ്ക്കണം. ഈ വരച്ച കർവ് ട്രേസ് ചെയ്ത് കട്ട് ചെയ്യാം. ഇനി നമ്മൾ പെൻഗ്വിൻ്റെ ഐസാണ് ഉണ്ടാക്കാൻ പോകുന്നത്.
അതിനു വേണ്ടി ഒരു സർക്കിൾ വരയ്ക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ഐസ് ചെറുതായിട്ട് വരച്ചു കൊടുക്കാം. ഇനി അടുത്തതായിട്ട് പെൻഗ്വിൻ്റെ ലെഗ്സും ബീക്സും ഉണ്ടാക്കാം. ലെഗ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു ചെറിയ ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഓറഞ്ച് പേപ്പറാണ് ഞാൻ രണ്ടിനും യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്യാൻ പോവാണ്. ഇനി പെൻഗ്വിൻ്റെ ബീക്ക് ഒരു ചെറിയ ട്രയാങ്കിളാണ്. ലാസ്റ്റ്ലി നമുക്കിതെല്ലാം അസംബിൾ ചെയ്ത് വെക്കാം. ആദ്യമേ ഞാൻ ഇതിൻ്റെ വിങ്സ് ആണ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. വിങ്സ് വെച്ച് കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് ഈ വൈറ്റ് സാധനം പെൻഗ്വിൻ്റെ ബോഡിയുടെ സെൻറ്ററിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി പെൻഗ്വിൻ്റെ ലെഗ്സ് വെച്ച് കൊടുക്കാം. ഈ വൈറ്റ് പേപ്പറിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് ഞാൻ ഈ ലെഗ്സ് ഇപ്പോൾ വെച്ച് കൊടുക്കുന്നത്. ഇനി പെൻഗ്വിൻ്റെ ഐസ് വെച്ച് കൊടുക്കാം. ഐസിൻ്റെ താഴെയായിട്ട് സെൻറ്ററിൽ കുറച്ച് താഴെയായിട്ട് ബീക്കും വെച്ച് കൊടുക്കാം. ഫൈനലി പെൻഗ്വിനെ കുറച്ച് ക്യൂട്ടാക്കാൻ നമുക്ക് തലയുടെ ഒരു സൈഡിലായിട്ട് 2 ഫ്ലവേഴ്സും കൂടെ വെച്ച് കൊടുക്കാം. സോ ദാറ്റ് ഇസ് ഇറ്റ്. ആ പേപ്പർ പെൻഗ്വിൻ ഇസ് റെഡി. എല്ലാവർക്കും ഇന്നത്തെ ക്രാഫ്റ്റ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ആഴ്ച ക്രാഫ്റ്റ് സിറ്റിയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ. ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ക്രിയേറ്റിവിറ്റി. എനിക്കും ഇങ്ങനത്തെ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ്. നിങ്ങൾക്ക് ഇതുപോലത്തെ ടാലൻസ് ഉണ്ടോ? എങ്കിൽ നമുക്ക് ഇതുപോലത്തെ ടാലൻസ് ചെയ്ത് ഡെവലപ്പ് ചെയ്യാം. നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഭയങ്കര വെയിറ്റിംഗിലായിരിക്കും അല്ലേ? എങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടിയുള്ള സെഗ്മെന്റിലേക്ക് പോകാം. സോ ലെറ്റ്സ് സോൾവ് ദ പസിൽ. അല്ല ചേച്ചി എന്ത് ചെയ്യണേ?
എടാ ഞാൻ എൻട്രൻസ് എക്സാമിന് ആപ്ലിക്കേഷൻ അയക്കുക. എൻട്രൻസ് ഒക്കെ നല്ല പാടുള്ളതല്ലേ? എന്തോരം ആളുകൾ ഇത് എഴുതണേ. ചേച്ചിക്ക് അത് കിട്ടും തോന്നുന്നുണ്ടോ? എനിക്ക് കിട്ടും. ഞാൻ നന്നായി ട്രൈ ചെയ്യുന്നുണ്ട്. ചേച്ചി നന്നായിട്ട് ട്രൈ ചെയ്തോ? ചേച്ചിക്ക് ഏതായാലും നന്നായിട്ട് ട്രൈ ചെയ്ത ചേച്ചിക്ക് എന്തായാലും കിട്ടും, എനിക്ക് ഉറപ്പുണ്ട്. വെരി ഗുഡ്. അങ്ങനെയുള്ള പ്രോത്സാഹനമാണ് ശരിക്കും വേണ്ടത് കേട്ടാ. എന്ത് പരീക്ഷ എഴുതണ നീ? ഞാൻ എൻട്രൻസ് എക്സാം ആണ്. എൻട്രൻസ് എക്സാം എഴുതുന്നതല്ലേ? എൻട്രൻസ് എക്സാം നന്നായിട്ട് പഠിച്ചെഴുതാം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് റിസർവേഷൻസ് ഒക്കെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ജനറൽ കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണെന്നൊക്കെ ചോദിക്കുമല്ലേ. നമുക്ക് നമ്മളുടെ ഇന്ത്യയിൽ ഹിന്ദുക്കളുണ്ട്, മുസ്ലിംസ് ഉണ്ട്, സിഖുകാരുണ്ട്, പാഴ്സികൾ, ഇങ്ങനെ പലവിധ മതവിഭാഗക്കാരുണ്ട്. അപ്പം ഇന്ത്യയുടെ ഭരണഘടനയിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഷാ ന്യൂനപക്ഷങ്ങളെന്നും എന്താ പറയുക മതന്യൂനപക്ഷങ്ങൾ എന്നുള്ള രണ്ട് സംഗതിയുണ്ട്. ഭാഷാ ന്യൂനപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഭാഷകളൊക്കെ സംസാരിക്കുന്ന ആൾക്കാർ, കുറച്ച് ആൾക്കാരാണ് ഒരു ഭാഷ സംസാരിക്കുന്നുള്ളൂ. ഇപ്പോൾ കൊങ്ങിണികൾ, അവർ കുറച്ച് ആൾക്കാരുള്ളൂ. താങ്ക് യു സംസാരിക്കുന്നത്. പിന്നെ മതന്യൂനപക്ഷങ്ങൾ, അപ്പോൾ ഇന്ത്യയിൽ ഭൂരിപക്ഷം ഹൈന്ദവരാണ്. പക്ഷേ സിഖുകാർ, പാഴ്സികൾ, ക്രിസ്ത്യൻസ്, മുസ്ലിംസൊക്കെ മൈനോറിറ്റിയാണ്, അവർ കുറച്ചുള്ളൂ. അപ്പോൾ ഇവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണം. ഭാഷയുടെ തരത്തിലുള്ള ന്യൂനപക്ഷങ്ങൾ, മതത്തിൻ്റെ പേരിലുള്ള ന്യൂനപക്ഷം, ഇവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണമെന്ന് ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞപ്പോൾ അതിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റുകൾ എടുത്തിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കമ്മീഷൻ തന്നെയുണ്ട് ഇന്ത്യയിൽ. നമ്മുടെ കേരളത്തിലാണെങ്കിൽ അതിനൊരു വകുപ്പ് തന്നെ, ന്യൂനപക്ഷ വകുപ്പ് എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഓരോ ന്യൂനപക്ഷങ്ങൾക്കും അവർക്ക് അവരുടെ എന്താ പറയുക വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ എല്ലാം അവരെ സംരക്ഷിക്കുക. ന്യൂനപക്ഷങ്ങൾക്ക് വേണമെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ നടത്താനായിട്ട് പറ്റും. അങ്ങനെയാണ് നമ്മൾ പല സ്ഥാപനങ്ങളൊക്കെ നടക്കുന്നത്. ആ അവകാശം വെച്ചിട്ടാണ് നമുക്കപ്പോൾ ഒരു വിധി പറഞ്ഞാൽ അങ്ങനത്തെ അവകാശങ്ങളുണ്ട്. ഒപ്പം തന്നെ പല റൈറ്റുകളും നമ്മളറിയാണ്ട് പോകുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ഇവിടെ ഈ കേരളത്തിലെ ന്യൂനപക്ഷത്തിൻ്റെ വകുപ്പിൻ്റെ കീഴിൽ സ്കോളർഷിപ്പുകളുണ്ട്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചില സ്കോളർഷിപ്പുകളുണ്ട്. ചില എന്താ പറയുക CH മുഹമ്മദ് കോയ എന്ന് പറഞ്ഞ സ്കോളർഷിപ്പ് ഉണ്ട്. ആ സ്കോളർഷിപ്പിൽ പറയുന്നത് ഞാൻ വായിക്കാം കേട്ടോ, ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ കിട്ടിയതുകൊണ്ട് ഞാൻ വായിക്കാം. ഈ ബിരുദധാരികൾക്ക് 5000 രൂപയോളം പ്രതിവർഷം കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മുണ്ടശ്ശേരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി, ആളുടെ പേരിലൊരു സ്കോളർഷിപ്പ് ഉണ്ട്. അതിലുണ്ട് SSLCയിലേക്കൊക്കെ +2 ഏറ്റവും നന്നായിട്ട് +2 മേടിച്ചിട്ടുള്ള ആൾക്കാർക്ക് എല്ലാ വർഷവും സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ട്. അബ്ദുൽ കലാം സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ആൾക്കാർക്കുള്ളതാണ്. അപ്പോൾ എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും ഈ സ്കോളർഷിപ്പുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നീ ഒരു ബിസിനസ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ ന്യൂനപക്ഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില സ്കോളർഷിപ്സ് ഉണ്ട്, സ്കോളർഷിപ്പിലെ സഹായങ്ങളുണ്ട്. ചെറിയ പലിശയിൽ തന്നെ സംഖ്യ നിനക്ക് ലോണായിട്ട് കിട്ടും. അങ്ങനെയൊക്കെയുള്ള സ്കീമുകളുണ്ട്. പക്ഷെ നമുക്കെന്താ, നമ്മളിതൊന്നും അറിയില്ല. ഇപ്പോൾ EWS എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന് പറഞ്ഞിട്ട്. അവർക്ക് ഈ എൻട്രൻസ് പരീക്ഷയിൽ റിസർവേഷൻസ് ഉണ്ട്. അത് നമ്മൾ വില്ലേജ് ഓഫീസിൽ പോയി കഴിഞ്ഞിട്ട് തഹസിൽദാരാണ് തരേണ്ടത്. ആ സർട്ടിഫിക്കറ്റും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഈ റിസർവേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഭരണഘടന നൽകുന്ന അവകാശങ്ങളുണ്ട്, റിസർവേഷൻസ് ഉണ്ട്. കുറേ നമുക്കറിയില്ല. അപ്പോൾ അതറിയാനായിട്ട് നമ്മൾ ശ്രമിക്കണം, അത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം. ഇപ്പോൾ പല രൂപതകളിലും ഇപ്പോൾ PSC പരീക്ഷയ്ക്ക് കോച്ചിങ് കൊടുക്കുന്നുണ്ട്. ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് എല്ലാവരും. ആ കോച്ചിങ് കൊടുക്കുക, പഠിക്കുക. അതിനുശേഷം നമുക്ക് PSC കിട്ടാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. നമുക്ക് റിസർവേഷൻസ് ഉണ്ട്, EWS എന്ന് പറഞ്ഞ റിസർവേഷൻസ് ഉണ്ട്. പഠിക്കുകയാണെങ്കിൽ അതിനുള്ള സ്കോളർഷിപ്സ് ഒക്കെ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ആ സാധ്യതകളൊക്കെ ഉപയോഗിക്കുക, അതാണ് ചെയ്യേണ്ടത് കേട്ടോ. നീ പേടിക്കണ്ട, കിട്ടും. നമ്മുടെ ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും സംശയം കൊണ്ട് നമ്മുടെയും കുറേ ഉത്തരങ്ങൾ കിട്ടിയല്ലേ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഷാലോൺ ടെലിവിഷനും ജീസസ് യൂത്ത് കെയറോസ് ബഡ്സും ചേർന്നൊരുക്കുന്ന ലിറ്റിൽ ഹാർട്ട്സ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം എല്ലാവരും കാത്തിരിക്കില്ലേ? അതുവരേക്കും ബൈ.